നമ്മള് വിഷയങ്ങളെ കുറിച്ച് ധ്യാനിക്കുന്ന ആളുടെ അവസ്ഥ എന്താവുന്നാണ് പറഞ്ഞത് അല്ല. ധ്യായതോ വിഷയാൻ പുംസഹ സംഘസ്ഥേഷു ഉപജായത, എവിടെ നിന്നാണ് തുടങ്ങിയത്? അപ്പൊ വിഷയങ്ങളെ കുറിച്ച് ഉള്ള ധ്യാനം, വിഷയങ്ങളെ കുറിച്ച് ധ്യാനിച്ചു കഴിഞ്ഞാൽ അതിനോട് സംഘം ഉണ്ടാവുന്നു. പിന്നെ ആ സംഘത്തിൽ നിന്ന് കാമം ഉണ്ടാവുന്നു. ദെൻ അത് ക്രോധമായി മാറുന്നു. പിന്നെ സമ്മോഹമായി മാറുന്നു. സമൂഹം എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം എന്ത് ചെയ്യാൻ പാടില്ല എന്നറിയാത്ത അവസ്ഥ. ദെൻ സ്മൃതിഭ്രംശം, അല്ലെ, താൻ ആരാണെന്നുള്ള കാര്യം മറക്കുന്നു, ഭൗതിക തലത്തിലും ആത്മീയ തലത്തിലും. ദെൻ ബുദ്ധിനാശം, പിന്നെ പ്രണാശം, അവസാനം നാശവും സംഭവിക്കുന്നു. അപ്പോ ഇതാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞത് അല്ലെ. അങ്ങനെ അധപ്പതനാണ് വരുന്നത് എന്ന് പറഞ്ഞു. വിഷയങ്ങളെ കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് അധപ്പതനം ഉണ്ടാവുക അത് പറഞ്ഞു. അത് പ്രയോമാർഗത്തിന്റെ പ്രവൃത്തി മാർഗത്തിന്റെ അവസാനം ഇതായിരിക്കും എന്നാണ് പറഞ്ഞത്. അതാണ് പറഞ്ഞു നിർത്തിയത്. ഇനി അപ്പൊ വിഷയത്തെ കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ വിഷയധ്യാനത്തിന്റെ അവസാനം ഇങ്ങനെയാണെങ്കിൽ, ഇതിന്റെ ഓപ്പോസിറ്റ് ആത്മാവിനെ ധ്യാനിച്ചു കഴിഞ്ഞാൽ, അല്ലെ, ആത്മധ്യാനത്തിന്റെ ഫലമായിട്ട് അതിന്റെ ഉയർച്ച അതെങ്ങനെയാണ്, ഏത് ക്രമത്തിലാണ് അത് ഉയരുക, അതാണ് ഇനി പറയാനായിട്ട് പോകുന്നത്. അപ്പൊ മനസ്സിലായല്ലോ. അപ്പൊ നേരത്തെ പറഞ്ഞത് വിഷയങ്ങളെ കുറിച്ച് ധ്യാനിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഒരു വ്യക്തി താഴേക്ക് വരുന്നത്, അതിനെക്കുറിച്ച് പറഞ്ഞു. ഇനി ആത്മാവിനെ കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ, അതിനെ ധ്യാനിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഉയരങ്ങളിലേക്ക് പോവുക, അതാണ് ഇനി പറയാനായിട്ട് പോകുന്നത്. അപ്പൊ അത് 64-ാമത്തെ ശ്ലോകം ചൊല്ലിക്കൊള്ളു. അൺമ്യൂട്ട്. രാഗദ്വേഷവിയുക്തൈസ്തു വിഷയാനിന്ദ്രിയൈശ്ചരൻ ആത്മവശ്യേർവിധേയാത്മാ പ്രസാദമധിഗച്ഛതി. അതാണ് രാഗദ്വേഷ വിയുക്തൈസ്തു വിഷയാനിന്ദ്രിയൈശ്വരൻ ആത്മവൈശ്യർ വിധേയാത്മാ പ്രസാദമധിഗച്ഛതി. ഇതാണ് ആദ്യത്തെ ശ്ലോകത്തിൽ പറയുന്നതാണ്. ആത്മവശ്യം എന്ന ആത്മവിചാരം കൊണ്ട് തന്റെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന രാഗദ്വേഷവിയുക്തൈ. അതുകൊണ്ട് തന്നെ അപ്പൊ ആത്മവിചാരം ചെയ്യുന്നത് കൊണ്ട് തന്നെ രാഗദ്വേഷങ്ങൾ ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. ഒന്നിനോടും വിശേഷ ഒരു പ്രീതിയും ഉണ്ടാവില്ല, വെറുപ്പും ഉണ്ടാവില്ല, രാഗവും ഉണ്ടാവില്ല, ദ്വേഷവും ഉണ്ടാവില്ല. ഇന്ദ്രിയങ്ങളിൽ കൂടി, അങ്ങനെയുള്ള ഇന്ദ്രിയങ്ങളിൽ കൂടി വിഷയാൻശരത്ത്, വിഷയങ്ങളെ അനുഭവിച്ചാലും ആ സത്യബുദ്ധിയോട് ഇരിക്കുന്ന മനുഷ്യന് പ്രസാദം അധികച്ചതി. പ്രസാദം എന്ന് പറഞ്ഞാൽ ആത്മസന്തുഷ്ടി എന്ന് പറയാം. ആ സംതൃപ്തി അത് അനുഭവിക്കാൻ ഇടവരുന്നു എന്നാണ് ഇതിൽ സൂചിപ്പിക്കുന്നത്. അപ്പോ ആത്മവിചാരമാണ് ചെയ്യുന്നതെങ്കിൽ, നേരത്തെ വിഷയങ്ങളെ കുറിച്ച് വിചാരം ചെയ്യുന്ന ആളുടെ അവസ്ഥയാണ് പറഞ്ഞത്. അപ്പൊ ഇനി പറയാൻ പോകുന്നത് ആത്മവിചാരം ചെയ്തു കഴിഞ്ഞാൽ എന്താണ് ഉണ്ടാവുക. അപ്പൊ ആത്മവിചാരം ചെയ്തു കഴിയുമ്പോൾ, അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്താ സംഭവിക്കുക? ഇന്ദ്രിയങ്ങള് കൺട്രോൾഡ് ആവും. എന്ന് പറഞ്ഞാൽ തന്റെ നിയന്ത്രണത്തിൽ വരാൻ തുടങ്ങും. ദമം എന്ന് പറയുന്ന ഒരു സമ്പത്ത് അവിടെ വന്നു ചേരുകയാണ്. ദമം ഒരു സമ്പത്താണ് അല്ല, ഷഡ് സമ്പത്തിലെ രണ്ടാമത്താണ് ദമം. അപ്പൊ ഇവിടെ ആത്മവിചാരം ചെയ്യുന്തോറും ഇന്ദ്രിയങ്ങള് നിയന്ത്രണത്തിലാവും എന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒന്നിനോടും പ്രത്യേകിച്ച് രാഗവുമില്ല, പ്രീതി ഉണ്ടാവില്ല, ദ്വേഷം വെറുപ്പും ഉണ്ടാവില്ല. അങ്ങനെയാവും ഇന്ദ്രിയങ്ങള് എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആ ആ വ്യക്തി ഇന്ദ്രിയങ്ങളിലൂടെ വിഷയങ്ങളെ അനുഭവിച്ചാലും, ഇന്ദ്രിയങ്ങളുമായി ബന്ധപ്പെട്ട ഏത് വിഷയം അനുഭവിച്ചാലും ആ സത്യബുദ്ധിയോടുകൂടി ഇരിക്കുന്ന ആ മനുഷ്യൻ, ആത്മവിചാരം ചെയ്തുകൊണ്ടിരിക്കുന്ന ആ മനുഷ്യന് ഇപ്പോഴും ആത്മസന്തുഷ്ടി അനുഭവിക്കാൻ ഇടവരുന്നതാണ് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആളുകള് വിഷയങ്ങളെ അനുഭവിച്ചാലും കുഴപ്പമില്ല എന്നാണ് പറയുന്നത്, ദോഷം വരില്ല എന്നാണ് പറയുന്നത്. കാരണം വിഷയങ്ങളെ ധ്യാനിക്കുന്നില്ല, പക്ഷെ അത് വരുമ്പോ അനുഭവിക്കുന്നുണ്ട്, അത്രയേ ഉള്ളൂ എന്നാണ് പറയുന്നത്. അപ്പൊ പ്രസാദം എന്ന് പറഞ്ഞാൽ ആത്മസന്തുഷ്ടിയാണ് എന്നാണ് പറയുന്നത്. ആത്മാവ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞല്ലോ, സ്വതവേ അത് ആനന്ദ സ്വരൂപമാണ് അല്ലെ. ആത്മാവിന്റെ സ്വരൂപം എന്ന് പറയുന്നത് ആനന്ദമാണ്. അപ്പോ ഈ ആനന്ദത്തെ തടയുന്നത് എന്താണ്? ആത്മാനന്ദം എന്തുകൊണ്ട് നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പുറമെയുള്ള വിഷയങ്ങളോട്, ഇന്ദ്രിയ വിഷയങ്ങളോടുള്ള നമ്മളുടെ രാഗവും ദേഷ്യവുമാണ്. രാഗം എന്ന് പറഞ്ഞാൽ അതിനോടുള്ള അറ്റാച്ച്മെന്റ്, അത് വേണം എന്നുള്ള തോന്നൽ, ക്രേവിങ്. ദ്വേഷം എന്ന് പറഞ്ഞാൽ അവേർഷൻ. അപ്പോ പുറമേയുള്ള കാര്യങ്ങളിലെ ഇന്ദ്രിയ വിഷയങ്ങളോട് രാഗം അല്ലെങ്കിൽ ദേഷ്യം അത് നിറഞ്ഞ സങ്കല്പങ്ങളാണ് ഈ ആത്മാനുഭൂതിയെ തടയുന്നത് യഥാർത്ഥത്തിൽ, അല്ലെ. ആത്മാനന്ദ ആ ഒരു ആനന്ദ അനുഭവം തടയുന്നതാണ് യഥാർത്ഥത്തിൽ. അപ്പോ ആ ആത്മാനന്ദം അനുഭവിക്കണം, അല്ലെ, അതിനുവേണ്ടി പ്രയത്നിക്കുന്ന
ആ സത്യബോധമുള്ള ആള് കർമ്മരംഗത്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ എന്ത് ചെയ്യണം? ഇന്ദ്രിയങ്ങളെ കൺട്രോൾ ചെയ്യണം. ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് മനസ്സിൽ നിന്ന് രാഗദ്വേഷങ്ങൾ അകറ്റാൻ എപ്പോഴും പ്രയത്നിച്ചുകൊണ്ടിരിക്കും അങ്ങനെയുള്ള വ്യക്തി എന്നാണ് പറയുന്നത്. കാരണം അദ്ദേഹത്തിന് വേണ്ടത് ആത്മാനന്ദമാണ്, ആത്മാനുഭൂതിയാണ് അദ്ദേഹത്തിന് അനുഭവിക്കുന്നത്. അപ്പൊ ഇന്ദ്രിയങ്ങളെയൊക്കെ നിയന്ത്രിച്ച് മനസ്സിൽ നിന്ന് രാഗദ്വേഷങ്ങളൊക്കെ അകറ്റാൻ അദ്ദേഹം എപ്പോഴും പ്രയത്നിച്ചുകൊണ്ടേയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോ അങ്ങനെ ആ പ്രയത്നത്തിന്റെ ഫലമായിട്ട് രാഗദ്വേഷമയമായ സങ്കല്പങ്ങൾ കുറയും. അപ്പൊ ആ സങ്കല്പങ്ങൾ കുറയുമ്പോ എന്താ സംഭവിക്കുക? ഉള്ളിലെ പ്രസാദം അല്ലെങ്കിൽ ആ ആത്മാനുഭൂതി, ആത്മസന്തുഷ്ടി അനുഭവിക്കാൻ തുടങ്ങും എന്നാണ് പറയുന്നത്. ഇതാണ് ആത്മവിചാരം ചെയ്യുമ്പോണ്ടാവുന്ന ഗുണം. എന്ന് മാത്രമല്ല, പ്രസാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഏത് സിറ്റുവേഷൻ ആയാലും ഉള്ളില് മനസ്സിനൊരു കുളിർമ, ഒരു സന്തോഷം നിറഞ്ഞ ഒരു കുളിർമ ഉണ്ടാവുന്നതാണ് പറയുന്നത്. അന്തശീതളത. അതാണ്, അതിനെയാണ് പ്രസാദം എന്ന് പറയുക. ആത്മസന്തുഷ്ടി എന്നൊക്കെ പറഞ്ഞാൽ അതാണ്. അപ്പൊ ഈ കുളിർമ എന്തുകൊണ്ടാണ് അനുഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ സമാധി അനുഭവിക്കാൻ ഉള്ള പാകത വരുന്നു എന്നുള്ള സൂചനയാണ് ഈ കുളിർമയുടെ സൂചന എന്ന് പറയുന്നത്. സമാധി അനുഭവിക്കാൻ മനസ്സ് പാകമായി വരുന്നു, അതിനുള്ളൊരു സൂചനയാണ് എന്നാണ് പറയുന്നത്. അപ്പൊ ഈ സമാധിയിൽ ഉറപ്പ് വന്ന ഒരാൾക്ക് അദ്ദേഹം ലോകത്തിൽ വ്യവഹരിക്കുകയാണെങ്കിലും ആ സത്യബോധത്തോടൊപ്പം തന്നെ ഈ കുളിർമ എപ്പോഴും ഉണ്ടാവുന്നതാണ് പറയുന്നത്. ഇപ്പൊ ഭൗതിക കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവും, ലൗകിക കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവും. അങ്ങനെയുള്ള പ്രവർത്തികൾ ഏർപ്പെട്ടിരിക്കുകയാണെങ്കിലും അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഈ ഒരു കുളിർമ എപ്പോഴും അനുഭവിക്കും എന്നാണ് പറയുന്നത്. എങ്ങനെയുള്ള ആൾക്ക്? ആ സമാധിയിൽ ഉറപ്പ് വന്ന ആൾക്ക്. അപ്പൊ അങ്ങനെയുള്ളവർ എങ്ങനെയാവും ചോദിച്ചു കഴിഞ്ഞാൽ, മറ്റുള്ളവർക്ക് നല്ലത് വരുമ്പോ, മറ്റുള്ളവർക്ക് സൗഭാഗ്യങ്ങൾ ഉണ്ടാവുമ്പോ അവരോട് അസൂയ തോന്നില്ല എന്നാണ് പറയുന്നത്. അല്ലെ? സാധാരണ ആളുകളുടെ അവസ്ഥ എന്താണ്? മറ്റുള്ളവർക്ക് എന്തെങ്കിലും നല്ല കാര്യങ്ങൾ നടന്നു കഴിഞ്ഞാൽ ഉള്ളില് എന്തോ പ്രശ്നം വരും, അല്ല? പക്ഷെ ഇങ്ങനെയുള്ള ആളുകൾക്ക്, ഈ കുളിർമ അനുഭവിക്കുന്ന ആൾക്ക്, ആ ആത്മാനന്ദം അനുഭവിക്കുന്ന ആളെ സംബന്ധിച്ച് മറ്റുള്ളവർക്ക് നല്ല കാര്യങ്ങൾ വരുമ്പോ സൗഭാഗ്യം, സുഖമൊക്കെ ഉണ്ടാവും, അവരോട് അസൂയൊന്നും ഉണ്ടാവില്ല. മാത്രമല്ല അവരോട് സ്നേഹം പുലർത്തും എന്നാണ് പറയുന്നത്. മാത്രമല്ല, ഇനി മറ്റുള്ളവർക്ക് ദുഃഖമാണ് വരുന്നതെങ്കിലോ, ദുഃഖമാണ് വരുന്നെങ്കിൽ അവരോട് കാരുണ്യം കാണിക്കും. അല്ലാതെ അവര് ദുഃഖിക്കുന്നത് കണ്ട് സന്തോഷിക്കില്ല എന്നാണ് പറയുന്നത്. അല്ലെ? സാധാരണ ചിലർ അങ്ങനെയാണ് ഉണ്ടാവുക. മറ്റുള്ളവർ ദുഃഖിക്കുമ്പോൾ ഉള്ളിലൊരു സന്തോഷം ഉണ്ടാവും. ഓ, അവർക്ക് ദുഃഖം ഉണ്ടായാലോ. പക്ഷെ ഈ ആത്മാനന്ദം അനുഭവിക്കുന്ന ആള്, ഉള്ളിൽ ആ അന്തശീതളത അനുഭവിക്കുന്ന ആളെ സംബന്ധിച്ച് മറ്റുള്ളവരോട് അവര് ദുഃഖം അനുഭവിക്കുമ്പോൾ അവരോട് കാരുണ്യം കാണിക്കും എന്നാണ് പറയുന്നത്. എന്ന് മാത്രമല്ല, മറ്റുള്ളവരുടെ പുണ്യകർമ്മങ്ങള് അവരുടെ കൂടെ സന്തോഷിക്കും എന്നാണ് പറയുന്നത്. പാപകർമ്മങ്ങളാണെങ്കിലോ അതിനോട് അവരെ കുറ്റം പറയുകയൊന്നുമില്ല, വിമർശിക്കുകയൊന്നുമില്ല, അതിനോട് ഉദാസീനത പുലർത്തും എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആളുടെ ചിത്തം എപ്പോഴും പ്രസന്നമായിരിക്കും എന്നാണ് പറയുന്നത്. ഇത് കേട്ടിട്ടുണ്ടോ? ഈ 4 കാര്യങ്ങൾ എവിടെയെങ്കിലും കേട്ടതായിട്ട് ഓർക്കുന്നുണ്ടോ? ആർക്കെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ? ഈ 4 കാര്യങ്ങളെ കുറിച്ച് നമ്മൾ മുമ്പ് വേറൊരു സെഷനിൽ നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട്. എന്താണ്? പതഞ്ജലി യോഗസൂത്രയില് ഓർമ്മിക്കുന്നുണ്ടോ? അല്ലെ? നമ്മള് ലോകത്തെ എന്താണ് ചിത്തപ്രസാദനം, അല്ലെ? ചിത്തപ്രസാദനത്തിനുള്ള 4 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാണ് ഇവിടെയും സൂചിപ്പിക്കുന്നത്. എന്താണ് ചിത്തപ്രസാദനത്തിന്റെ 4 കാര്യങ്ങൾ എന്ന് പറഞ്ഞാല്? ലോകത്തിലുള്ള ആളുകളെ 4 ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ടുണ്ടായിരുന്നു അതിൽ പതഞ്ജലി മഹർഷി, ഇല്ല? അതിൽ ഒന്നാമത്തെ ഗ്രൂപ്പ് എന്താണ്? എപ്പോഴും സന്തോഷം അനുഭവിക്കുന്ന ആളുകള്. രണ്ടാമത്തെ ഗ്രൂപ്പ് ദുഃഖം അനുഭവിക്കുന്ന ആളുകള്. മൂന്നാമത്തെ ഗ്രൂപ്പ് സത്കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകള്. നാലാമത്തെ ഗ്രൂപ്പ് പാപകർമ്മങ്ങൾ ചെയ്യുന്ന ആളുകൾ, അല്ലെ? ഇങ്ങനെ 4 ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ടുണ്ടായിരുന്നു ലോകത്ത്. ഇനി അതാണ്, ഇനി അവരോടുള്ള നമ്മളുടെ സമീപനം എങ്ങനെയായിരിക്കണം എന്ന് പറഞ്ഞു. അതാണ് ഇതിലും പറഞ്ഞിരിക്കുന്നത്. സൗഭാഗ്യമുള്ളവരാണ് നമ്മൾക്ക് എന്താണ്? അവരോട് സ്നേഹം പുലർത്തണം എന്നാണ് പറയുന്നത്, അല്ലെ? അവരോട് അസൂയല്ലാതെ സ്നേഹം തോന്നിയിട്ടില്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്ലി ആവണം എന്നാണ് അതിൽ പറയുന്നത്. അവരോട് സുഹൃത് ഭാവം, മൈത്രി, കരുണ, മുദിത, ഉപേക്ഷ. ഓർമ്മണ്ട? 4 കാര്യങ്ങൾ വന്നു. അപ്പൊ മൈത്രി എന്ന് പറഞ്ഞാൽ അവരോട് സ്നേഹം കാണിക്കുക, സൗഭാഗ്യമുള്ള ആളുകളോട് ഒരു സ്നേഹം കാണിക്കുക. പിന്നെയോ ദുഃഖം വരുന്നവരോട് കമ്പാഷൻ, കാരുണ്യം. മറ്റുള്ളവര് സത്കർമ്മങ്ങൾ ചെയ്യുന്നവരോട് മുദിത, സന്തോഷം. പാപകർമ്മങ്ങൾ ചെയ്യുന്നവരോട് ഉപേക്ഷ. ഓർമ്മ വന്നോ? പതഞ്ജലിയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അതാണ് ഇവിടെയും പറയുന്നത്. അപ്പോ ആത്മസാക്ഷാത്കാരമാണ് വേണ്ടത്, അതാണ് ലക്ഷ്യമെങ്കിൽ അതിനെ ലക്ഷ്യമാക്കി ഉള്ളിലുള്ള ആ ആസുരിക വാസനകളെല്ലാം നീക്കം ചെയ്ത്
ആരാണോ ദൈവീക വാസനകൾ അംഗീകരിക്കുന്നത് അങ്ങനെയുള്ള ആളുടെ മനസ്സ് ചിത്തം പ്രസന്നമായിരിക്കും എന്നാണ് പറയുന്നത്. അവർക്ക് സന്തോഷമുണ്ടാവും. അതേപോലെ എല്ലാ ജീവികളെയും തന്നെ പോലെ തന്നെ കണക്കാക്കിയിട്ട് ആരാണോ ഈശ്വരനെ സ്മരണയോട് ഈശ്വരനാണ് എന്നുള്ള ഭാവത്തില് ഈശ്വര ബുദ്ധിയോടുകൂടി എല്ലാറ്റിലും സമഭാവന പുലർത്തുന്നത് ആരാണോ അയാളുടെ ചിത്തം പ്രസന്നമായിരിക്കും എന്നാണ് പറയുന്നത്. ഇതൊക്കെ നിയമങ്ങളാണ്. ഈ നിയമങ്ങളൊക്കെ ഭഗവാൻ നേരത്തെ പറഞ്ഞ ആ ശ്ലോകത്തിനകത്ത് ഒതുക്കിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതിൽ ഇതെല്ലാം ഉൾക്കൊള്ളുന്നു എന്നാണ്. അപ്പൊ ഇനി അടുത്തത് പറയാൻ പോകുന്നത് ചിത്തപ്രസന്നമായി കഴിഞ്ഞാൽ അല്ലെ, നേരത്തെ പ്രസാദം ആവും എന്ന് പറഞ്ഞു, ആത്മസന്തുഷ്ടി വരും എന്ന് പറഞ്ഞു. അപ്പൊ ചിത്തം പ്രസന്നമായി കഴിഞ്ഞാൽ പിന്നെ എന്താണ് അതുകൊണ്ടുണ്ടാവുന്ന നേട്ടം? അല്ലെ, ഉള്ളിലൊരു പ്രസന്നതയൊക്കെ വന്നു, അല്ലെ, ഒരു സന്തോഷം, ഒരു സുഖമൊക്കെ അനുഭവിക്കാൻ തുടങ്ങി. അതുകൊണ്ട് ഇനി എന്താണ് പ്രയോജനം? അതുകൊണ്ട് ഇനി എന്താണ് നേട്ടം ഉണ്ടാവാൻ പോകുന്നത്? അതാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. അവിടെ 65-ാമത്തെ ശ്ലോകമാണ് ഇനി അടുത്ത്. അൺമ്യൂട്ട് ചെയ്തത്. പ്രസാദേ സർവദുഃഖാനാം ഹാനിരസ്യോപജായതേ പ്രസന്ന ചേതസോ ഹ്യാശു ബുദ്ധി പര്യവതിഷ്ഠതേ. അതാണ് എന്താണ് നേട്ടം ഉണ്ടാവാൻ പോകുന്നത്. പ്രസാദേ സർവദുഃഖാനാം ഹാനിരസ്യോപജായതേ പ്രസന്ന ചേതസോ ഹ്യാശു ബുദ്ധി പര്യവതിഷ്ഠതി. പ്രസാദം എന്ന് പറഞ്ഞാൽ ആ ആത്മസന്തുഷ്ടി അത് നേടിക്കഴിഞ്ഞാൽ, അത് സ്വഭാവമായി മാറിക്കഴിഞ്ഞാൽ അങ്ങനെയുള്ള ആൾക്ക് എന്ന് പറഞ്ഞാൽ ആ സത്യനിഷ്ഠനായിട്ടുള്ള ആളുകൾക്ക് എന്താ സംഭവിക്കുക? സർവദുഃഖാനാം എല്ലാ തരത്തിലുള്ള ദുഃഖങ്ങൾക്കും, എല്ലാ തരത്തിലുള്ള ദുഃഖങ്ങൾ എന്ന് പറഞ്ഞാൽ സർവ്വദുഃഖം എന്ന് പറഞ്ഞാൽ 3 തരത്തിലുള്ള ദുഃഖത്തെ കുറിച്ച് നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടല്ലേ? എന്തൊക്കെയാണ്? ആധ്യാത്മികം, ആദിഭൗതികം, ആദിദൈവികം. അപ്പൊ ഇങ്ങനെയുള്ള എല്ലാ ദുഃഖങ്ങൾക്കും നാശം സംഭവിക്കുന്നു. എല്ലാ ദുഃഖങ്ങൾക്കും നാശം സംഭവിക്കുന്ന ഉപജായതയെ സംഭവിക്കുന്നു. എന്താ കാരണം ചോദിച്ചു കഴിഞ്ഞാൽ പ്രസന്നമായ ചിത്തത്തോട് കൂടിയിട്ടുള്ള ആളെ സംബന്ധിച്ച് സത്യബുദ്ധി വേഗത്തിൽ അനുഭവപ്പെടും എന്നാണ് പറയുന്നത്. വേഗത്തിൽ അനുഭവപ്പെടും. അതാണ് ഈ ആത്മസന്തുഷ്ടി. പ്രസാദം എന്ന് പറയുന്ന ആത്മസന്തുഷ്ടിയാണെന്ന് പറഞ്ഞു. അപ്പൊ അത് നേടിക്കഴിഞ്ഞാൽ, അത് സ്വന്തമായി കഴിഞ്ഞാൽ പിന്നെ എല്ലാ ദുഃഖങ്ങൾക്കും നാശം സംഭവിക്കും. ദുഃഖങ്ങളെല്ലാം അകന്നു പോകുന്ന, അല്ലെ, 3 തരത്തിലുള്ള ദുഃഖങ്ങൾ, ആധ്യാത്മികം, ആദിഭൗതികം, ആദിദൈവികം. ഈ ദുഃഖങ്ങളൊക്കെ അകന്നു പോകും. എന്താ കാരണം ചോദിച്ചു കഴിഞ്ഞാൽ ആ പ്രസന്നമായ ചിത്തത്തോടു കൂടിയുള്ള ആളെ സംബന്ധിച്ച് പെട്ടെന്ന് തന്നെ വളരെ വേഗത്തില് ആ സത്യാനുഭവം ഉണ്ടാവും എന്നാണ് പറയുന്നത്. എന്നാൽ എല്ലായിടത്തും ചുറ്റും അത് തങ്ങി നിൽക്കുന്നതായിട്ടുള്ള അനുഭവം ഉണ്ടാവും അദ്ദേഹത്തിന് എന്ന് പറയും. സർവ്വ ദുഃഖാനാം ഹാനി എന്ന് പറഞ്ഞതുപോലെ എല്ലാ ദുഃഖങ്ങൾക്കും നാശം സംഭവിക്കുന്നു. എന്താണ് നേരത്തെ പറഞ്ഞു? 3 തരത്തിലുള്ള ദുഃഖം, അല്ലെ? ആധ്യാത്മികം, ആദിഭൗതികം, ആദിദൈവികം. എന്താണ് ഈ ആധ്യാത്മികം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ആധ്യാത്മികമായ ദുഃഖം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ ശാരീരികമായിട്ടും മാനസികമായിട്ടുമുള്ള പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ രോഗം, ശാരീരികമായിട്ടുള്ള രോഗങ്ങള്, മറ്റ് പ്രശ്നങ്ങളുണ്ടല്ലോ, ശരീരത്തിനും മനസ്സിനും വന്നു ചേരാവുന്ന പ്രശ്നങ്ങൾ, ഇതൊക്കെ ആധ്യാത്മിക ദുഃഖം എന്നാണ് എന്നത്. ആധ്യാത്മികം, ശരീരത്തിന്, മനസ്സിന്. ഇനി ആദിഭൗതികം എന്ന് പറയുന്നത് ഇപ്പൊ മറ്റ് മൃഗങ്ങളിൽ നിന്ന്, ജന്തുക്കളിൽ നിന്ന്, അല്ലെങ്കിൽ അതേപോലെ അഗ്നിയിൽ നിന്ന്, കാറ്റിൽ നിന്ന്, വെള്ളം, ഭൂമി, ഇതിൽ നിന്നൊക്കെ ഉണ്ടാവുന്ന കഷ്ടപ്പാട്, ദുഃഖം, അത് ആദിഭൗതികം എന്നാണ് പറയുന്നത്. ആദിഭൗതികം. ആദിദൈവികം എന്ന് പറഞ്ഞാൽ നമ്മള് വിചാരിക്കാതെ, പ്രതീക്ഷിക്കാതെ വന്നു ചേരുന്ന ആപത്തുകൾ, അവിചാരിതമായിട്ട് വന്നു ചേരുന്ന ആപത്തുകൾ, അതിന് ആദിദൈവികം. അപ്പൊ നേരത്തെ പറഞ്ഞു ആത്മബോധമുണ്ടായി ആ ചേതസ് പ്രസന്നമാകുന്ന ഒരാൾക്ക്, ചിത്തം പ്രസന്നമാകുന്ന ഒരാളെ സംബന്ധിച്ച് ഈ 3 ദുഃഖങ്ങളും അകന്നു പോകുന്നതാണ് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആളെ സംബന്ധിച്ച് ആധ്യാത്മികമായ ദുഃഖവും ഉണ്ടാവില്ല, ആദിഭൗതികമായ ദുഃഖവും ഉണ്ടാവില്ല, ആദിദൈവികമായ ദുഃഖവും ഉണ്ടാവില്ല. ഇതെല്ലാം അകന്നു പോകുന്നതാണ് പറയുന്നത്. ഇതിൽ കൂടുതൽ ഇനി എന്ത് നേട്ടമാണ് വേണ്ടതെന്നാണ് ചോദിക്കുന്നത്. അതല്ലേ വേണ്ടു, അല്ലെ? ഒരു തരത്തിലുള്ള ദുഃഖവും അങ്ങനെയുള്ള വ്യക്തിയെ ബാധിക്കില്ല, ആ ആത്മാനുഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ എന്നാണ് പറയുന്നത്. അപ്പൊ ആത്മവിചാരം ചെയ്യും തോറും ആ അനുഭവം ഉണ്ടാവും. ആ അനുഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ 3 തരത്തിലുള്ള ദുഃഖങ്ങളും ആ വ്യക്തിയെ
അകന്നു പോവുക, വ്യക്തിയിൽ നിന്ന് അകന്നു പോകുക. അപ്പോ ബുദ്ധി എന്ന് പറഞ്ഞാൽ ഇവിടെ അസത്യബുദ്ധിയാണ് ഒരു അസത്യബുദ്ധി. അപ്പൊ ആത്മബോധം തെളിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ആ പ്രസന്ന ഭാവത്തിലേക്ക് നാളെ സംബന്ധിച്ച് തനിക്ക് ചുറ്റും ആ സത്യം, ആ ബ്രഹ്മസത്യം, അതിന്റെ പ്രസൻസ് അനുഭവപ്പെടും എന്നാണ് പറയുന്നത്. അതിങ്ങനെ നിൽക്കുന്നതായിട്ട് അനുഭവത്തിലുണ്ടാവും, ആ സാന്നിധ്യം അനുഭവിക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ ഉപനിഷത്തില് ഈശാവാസ്യം ഇത സർവം, ആ അനുഭവം അദ്ദേഹത്തിന് ഉണ്ടാവും എന്നാണ് പറയുന്നത്. എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്ന ഈശ്വരൻ തന്നെയാണ്, ആത്മാവാണ്, ആ അനുഭവം ഉണ്ടാവും. അപ്പൊ ബുദ്ധി എന്ന് പറയുന്നത് സത്യം കാണാൻ വേണ്ടിയിട്ടാണ് ബുദ്ധി, അല്ലെ? ബുദ്ധി ഉപയോഗിക്കുന്നത് സത്യം കാണാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ വിഷയങ്ങളെ കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ, വിഷയങ്ങളെ കുറിച്ച് ധ്യാനിച്ചു കഴിഞ്ഞാൽ, നേരത്തെ പറഞ്ഞു പതനമാണ്, താഴേക്കാണ് വരിക. നേരെ പക്ഷെ ആത്മധ്യാനമാണെങ്കിൽ, ആത്മാവിനെയാണ് ധ്യാനമെങ്കിലോ, ആത്മാവിനെ ധ്യാനിച്ചു കഴിഞ്ഞാൽ മനസ്സ് പ്രസന്നമാവും. പ്രസന്നമായ മനസ്സിന് പരമമായ സത്യത്തിലേക്ക് എത്താൻ സാധിക്കും എന്നാണ് പറയുന്നത്. മനസ്സ് പ്രസാദാത്മകമാകുമ്പോഴേ അത് സത്യത്തിലേക്ക് എത്താൻ പറ്റും. അപ്പൊ അതുകൊണ്ട് ഇവിടെ പറയുന്നത് എന്താണ്? ആത്മധ്യാനമാണ് അഭ്യസിക്കേണ്ടത്, വിഷയങ്ങളെല്ലാം നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കേണ്ടത്. മനസ്സിലാവുന്നുണ്ടോ? സാധാരണ നമ്മളെ ജീവിതത്തിൽ നമ്മളെ സംബന്ധിച്ച് എന്താണ് പറ്റിക്കൊണ്ടിരിക്കുന്നത്? നമ്മള് ചുറ്റുപാടുമുള്ള കാര്യങ്ങള്, വിഷയങ്ങളെ കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അധിക സമയം. അത് നമ്മളെ താഴേക്ക് കൊണ്ടുപോകാനേ ഉപകരിക്കുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ അർജുനന് കൊടുക്കുന്ന സൂചന ഇതാണ്, ആത്മധ്യാനം അഭ്യസിക്കണം. അപ്പൊ ആത്മധ്യാനം അഭ്യസിച്ച് രാഗദ്വേഷങ്ങളിൽ നിന്ന് മോചനം പ്രാപിച്ച് സ്വധർമ്മം അനുഷ്ഠിക്കണം എന്നാണ് അർജുനന് കൊടുക്കുന്ന സൂചന. ഏതാണ്? ആത്മധ്യാനം പരിശീലിക്കുക. അത് പരിശീലിക്കുന്നതുകൊണ്ട് രാഗദ്വേഷങ്ങൾ വിട്ടുപോകുമെന്ന് പറഞ്ഞു, അല്ലെ? അങ്ങനെയുള്ള അവസ്ഥയിൽ സ്വധർമ്മം, തനിക്ക് എന്താണോ ചെയ്യാൻ, യുദ്ധമാണെങ്കിൽ യുദ്ധം ചെയ്യാനാണ് പറയുന്നത്. അപ്പൊ വേറെ എന്തൊക്കെ നേട്ടങ്ങൾ ജീവിതത്തിൽ, വേറെ എന്തൊക്കെ നേട്ടങ്ങൾ ഉണ്ടായാലും സത്യം എന്താണ്, അല്ലെങ്കിൽ സത്യബുദ്ധി നേടാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അങ്ങനെയുള്ള ആളുടെ ജീവിതം ധന്യമാവില്ല എന്നാണ് പറയുന്നത്. ധന്യമാവില്ല. അപ്പൊ അതുകൊണ്ട് ആ സത്യബുദ്ധിയെ കുറിച്ചാണ്, അതിനെ സ്തുതിച്ചുകൊണ്ടാണ് ഭഗവാൻ അടുത്ത ശ്ലോകത്തിൽ പറയാനായിട്ട് പോകുന്നത്. 66-ാമത്തെ ശ്ലോകം. നാസ്തി ബുദ്ധിരയുക്തസ്യ ന ചായുക്തസ്യ ഭാവന ന ചാഭാവയത ശാന്തി അശാന്തസ്യ കുതഃ സുഖം. അശാന്തസ്യ കുതഃ സുഖം. ശ്ലോകത്തിൽ പറയുന്നതാണ്, നാസ്തി ബുദ്ധിരയുക്തസ്യ ന ചായുക്തസ്യ ഭാവന ന ചാഭാവയത ശാന്തി അശാന്തസ്യ കുതഃ സുഖം. അയുക്തസ്യ എന്ന് പറഞ്ഞാൽ ഇപ്പോ അന്ധകരണത്തെ, മനസ്സിനെ ഏകാഗ്രമാക്കി പ്രസന്നമാക്കി ആത്മനിഷ്ഠയിൽ ഉറപ്പിക്കാൻ പറ്റാത്ത ആൾക്ക്, അതാണ് അയുക്തസ്യ എന്ന് പറഞ്ഞാൽ. അങ്ങനെയുള്ളവർക്ക് എന്താ സംഭവിക്കുക? ബുദ്ധി നാസ്തി, ബുദ്ധി ഉണ്ടാവില്ല, സത്യബുദ്ധി ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. സത്യത്തിനെ കുറിച്ചുള്ള ബോധം അവർക്ക് ഉണ്ടാവില്ല. പിന്നെയോ അയുക്തസ്യ ഭാവന ചന എന്നാൽ ഈ ആത്മനിഷ്ഠ സാധിക്കാത്ത ആൾക്ക് എങ്ങും നിറഞ്ഞിരിക്കുന്ന ആ സത്യത്തെ ചിന്തിച്ച് അറിയാനും പറ്റില്ല എന്നാണ്, വിചാരം ചെയ്ത് അറിയാനും പറ്റില്ല. ആത്മനിഷ്ഠ കൈവന്നാലേ അത് അറിയാനായിട്ട് പറ്റുള്ളൂ. അഭാവയത ശാന്തി ശന എന്ന് പറഞ്ഞാൽ സത്യവിചാരം ചെയ്യാത്ത ആൾക്ക് ശാന്തിയും ഉണ്ടാവില്ല. ശാന്തി ഇല്ലാത്ത ആൾക്കോ അശാന്തസ്യ കുതം സുഖ എന്നാണ്. ശാന്തി ഇല്ലാത്ത ആൾക്ക് എവിടെ പിന്നെ സുഖം എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ എന്ത് വേണം? അന്ധകരണത്തെ ഏകാഗ്രമാക്കണം. എവിടേക്ക് ഏകാഗ്രമാക്കണം? ആത്മയിലേക്ക്, അല്ലെ? ആത്മാവിലേക്ക്. അങ്ങനെ പ്രസന്നമാക്കി ഏകാഗ്രമാവുമ്പോ അന്ധകരണം പ്രസന്നമാവും. അങ്ങനെ ആത്മനിഷ്ഠയില് ഉറപ്പിക്കാൻ പറ്റാത്ത ആൾക്ക് ഒരിക്കലും സത്യബുദ്ധി ഉണ്ടാവില്ല. അപ്പൊ ആത്മനിഷ്ഠ കൈവരിക്കാൻ സാധിച്ചില്ലെങ്കിലോ എങ്ങും നിറഞ്ഞിരിക്കുന്ന ആ സത്യത്തെ വിചാരം ചെയ്ത് അറിയാനും പറ്റില്ല. സത്യം എങ്ങും നിറഞ്ഞിരിക്കുകയാണ് സത്യം, അത് മാത്രമേ ഉള്ളൂ, അല്ലെ? ഉണ്മ, അതാണ് സത്യം. അപ്പൊ അതിനെ വിചാരം ചെയ്ത് അറിയാനും പറ്റില്ല, അതിനുള്ള കഴിവുണ്ടാവില്ല. അപ്പൊ ഇനി സത്യവിചാരം ചെയ്യാത്ത ആളെ സംബന്ധിച്ചോ ഒരിക്കലും ശാന്തി ഉണ്ടാവില്ല, ശാന്തി അനുഭവം ഉണ്ടാവില്ല. അവർക്ക് എപ്പോഴും ഓരോരോ കാര്യങ്ങൾ ആലോചിച്ച് പ്രശ്നങ്ങളായിരിക്കും ഉണ്ടാവുക, ഡിസ്റ്റർബ്ഡ് ആയിരിക്കും മനസ്സ്. അപ്പൊ ശാന്തി ഉണ്ടാവില്ല. ഇനി ശാന്തി ഇല്ലെങ്കിൽ പിന്നെ എവിടെയാണ് സുഖം അനുഭവിക്കുക? അതാണ് അശാന്തസ്യ കുതഃ സുഖം. അപ്പൊ ഇവിടെ അങ്ങേയറ്റത്തെ ആ ഒരു സുഖം അത് നേടാനുള്ള
സ്റ്റെപ്പുകളാണ് നേരത്തെ ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്താണ്? മനസ്സിന് ഏകാഗ്രമാവണം, ഏകാഗ്രത വേണം. പിന്നെ 2, സത്യബുദ്ധി ഉണ്ടാവണം. എന്താണ് സത്യം, അല്ലെ? അതിനെക്കുറിച്ച് അറിയണം, സത്യബുദ്ധി ഉണ്ടാവണം. പിന്നെയോ എല്ലായിടത്തും സത്യത്തെ ഭാവിക്കാനുള്ള കഴിവുണ്ടാവണം, സത്യഭാവന. അതിലൂടെ മനഃശാന്തി ഉണ്ടാവുന്നു. മനഃശാന്തി സുഖത്തിലേക്ക് നയിക്കുന്നു. അതാണ് പരമമായ സുഖം എങ്ങനെ നേടാം, അതിനുള്ള പടികളാണ് ഈ പറഞ്ഞത്. അപ്പോ എന്ത് വേണം ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യം മനസ്സിനെ ഏകാഗ്രമാക്കണം. മനസ്സിനെ ഏകാഗ്രമാക്കി ഉള്ളിലുള്ള ആ സത്യത്തിന്, ആ ബോധവസ്തുവിനെ തെളിയിച്ചെടുക്കണം എന്നാണ് പറയുന്നത്. അതിപ്പോ മൂടിയിരിക്കുന്ന, അതിനെ മാലിന്യങ്ങൾ മൂടിയിരിക്കുക. ആ സത്യത്തിന്, അല്ലെ, ഉള്ളിലുള്ള ആ സത്യവസ്തുവിനെ, ബോധത്തെ മാലിന്യങ്ങൾ, കളങ്കം മൂടിയിരിക്കുകയാണ്. അപ്പൊ എന്ത് വേണം ചോദിച്ചു കഴിഞ്ഞാൽ, മനസ്സിനെ ഏകാഗ്രമാക്കണം. എന്നിട്ട് ആ ഉള്ളിലുള്ള വസ്തുവിനെ കളങ്കം മാറ്റി തെളിയിച്ചെടുക്കണം എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ ആത്മസത്യം അത് തെളിഞ്ഞു കഴിഞ്ഞാൽ പിന്നെന്താണ്? എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്ന ആ ബ്രഹ്മസത്യം അനുഭവിക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. അല്ലെ, അത് ബോധമാണ്. അത് അനുഭവിക്കാനായിട്ട് സാധിക്കും. അത് അനുഭവിച്ചു കഴിഞ്ഞാലോ, അപ്പോഴാണ് സർവം ബ്രഹ്മമയം എന്നുള്ള അനുഭവം ഉണ്ടാവുക. ഇവിടെ എല്ലാം ബ്രഹ്മമാണ് എന്നുള്ള അനുഭവം ഉണ്ടാവുന്നു. അപ്പൊ ആ അനുഭവം വന്നു കഴിഞ്ഞാൽ പിന്നെ ഭേദദൃഷ്ടി മാറി കിട്ടും. ഭേദദൃഷ്ടി എന്ന് പറഞ്ഞാൽ അത് ഇഗ്നറൻസിന്റെ ഫലമായിട്ടുണ്ടാവുന്നതാണ്, അറിവില്ലായ്മയുടെ ഫലമായിട്ടുണ്ടാവുന്നതാണ് ഇതൊക്കെ വേറെ വേറെ എന്നുള്ള തോന്നൽ. അതങ്ങോട്ട് അപ്രത്യക്ഷമാവും, അത് ഇല്ലാതാവും എന്നാണ് പറയുന്നത്. ഈ ഭേദചിന്ത പോയാൽ തന്നെ മനസ്സ് ശാന്തമാവാൻ തുടങ്ങും. അപ്പൊ ഇതൊക്കെ വേറെ വേറെ ആയിട്ട് ഇങ്ങനെ കാണുന്നത് കൊണ്ടാണ്, പലത് കാണുന്നതാണ് നമ്മൾ അസ്വസ്ഥത എന്ന് പറയുന്നത്. അപ്പൊ ആ പലതില്ല, ഒന്ന് മാത്രമേ ഉള്ളൂ, അതിലേക്ക് മനസ്സ് വന്നു കഴിഞ്ഞാൽ പിന്നെ മനസ്സ് ശാന്തമാവേണ്ടത്. മനസ്സ് ശാന്തമായാലോ, മനസ്സ് ശാന്തമായാൽ പിന്നെ അങ്ങേയറ്റത്ത് സുഖം അനുഭവിക്കുക. ഇതാണ് ഒരു മാർഗം. ഇനി ഇതിന് വിരുദ്ധമായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ എന്ന് പറഞ്ഞാൽ, ഏകാഗ്രമാവാതെ, മനസ്സ് ഏകാഗ്രമാവുന്നില്ല എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇളകി കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ മനസ്സ്, അല്ലെ? അങ്ങനെ മനസ്സ് ചഞ്ചലമായിരിക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുക? ഈ ചുറ്റും കാണുന്ന വൈവിധ്യങ്ങള്, ഈ ജഡമാകുന്ന പ്രപഞ്ചത്തിലെ ദൃശ്യങ്ങളൊക്കെ സത്യമാണ് എന്നുള്ള തോന്നൽ വരും ഉള്ളില്. അപ്പൊ ആത്മാവിനോട് ഏകാഗ്രത ഉണ്ടായിട്ടില്ലെങ്കിൽ, ആത്മബോധം വന്നിട്ടില്ലെങ്കിൽ ഇതാണ് സംഭവിക്കുക. ചുറ്റുപാടും കാണുന്നതൊക്കെ സത്യമാണെന്നുള്ള തോന്നൽ വരും. മനസ്സ് ചഞ്ചലമാവും, ഇതെല്ലാം സത്യമാണെന്നുള്ള തോന്നൽ വരും. അപ്പൊ ഇതൊക്കെ സത്യമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഓട്ടോമാറ്റിക്കാണ് അതുമായിട്ട് ഒരു സംഘം ഉണ്ടാവും, അല്ലെ? അതിനോട് അറ്റാച്ച്മെന്റ് വരും. പിന്നെ സുഖം ഉണ്ടാവണം എന്ന് പറഞ്ഞ് ഓരോന്നിന്റെ പിന്നാലെ ഓടി നടക്കാനായിട്ട് തുടങ്ങും, അതിനെ സ്വന്തമാക്കാനായിട്ടുള്ള പ്രയത്നങ്ങൾ ചെയ്യും. അപ്പൊ അതിലൂടെ എന്താ സംഭവിക്കുക? മനസ്സിന് ഒട്ടും ശാന്തി ഉണ്ടാവില്ല. മനസ്സപ്പോ എപ്പോഴും ഡിസ്റ്റർബ്. ഇതൊക്കെ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോ, അല്ലെ? ശരിയല്ല? ആദ്യം പറഞ്ഞത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങള്, രണ്ടാമത് പറഞ്ഞത് ഇപ്പോഴത്തെ നമ്മളുടെ അവസ്ഥയെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അല്ലെ? അതിൽ ഭഗവാൻ അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ ഇങ്ങനെ ആവുമെന്ന് നല്ല രീതിയിൽ പറഞ്ഞു എന്നേ ഉള്ളൂ. പക്ഷെ യഥാർത്ഥത്തിൽ നമ്മളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ, ഭൂരിഭാഗം ആളുകൾ, എല്ലാവരും ഇല്ല, ഭൂരിഭാഗം ആളുകളുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ രണ്ടാമത്തെ കാര്യം. അപ്പൊ സുഖം അന്വേഷിച്ചിട്ടാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പക്ഷേ എന്താ ഉണ്ടാവുന്നത്? സുഖത്തിന് പകരം ദുഃഖമാണ് ഫലം, അല്ലെ? നിരാശ ഉണ്ടാവുന്നു, ദുഃഖമാവുന്നു. അപ്പോ ഈ വിഷയങ്ങളിൽ കുടുങ്ങി എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുന്ന ആ മനസ്സില് യഥാർത്ഥത്തിലുള്ള ശാന്തി എന്താണെന്ന് അനുഭവിക്കാൻ പറ്റുന്നില്ല. അതുപോലെ യഥാർത്ഥത്തിൽ സുഖം എന്താണെന്ന് അനുഭവിക്കാനായിട്ട് സാധിക്കുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഇവിടെ എന്താ പറയുന്നത്? സുഖം വേണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകള്, സുഖം വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകള് ശരിക്കും വേണ്ടത് എന്താണ്? യോഗം അഭ്യസിക്കുക, അല്ലെ? മനസ്സിനെ യോഗം അഭ്യസിക്കുക എന്ന് പറഞ്ഞാൽ ആത്മാവിൽ ചേർത്ത് നിർത്തുക, ആത്മനിഷ്ഠത, ആത്മനിഷ്ഠരാകുക. എന്നിട്ടോ അതോടുകൂടി സ്വധർമ്മം അനുഷ്ഠിക്കുകയാണ് വേണ്ടത് എന്നാണ്. തനിക്ക് ചെയ്യാനുള്ള കാര്യങ്ങള് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വേണ്ടത് എന്നാണ് പറയുന്നത്. അപ്പോ ഇനി ഈ നേരത്തെ പറഞ്ഞ സ്ഥിതപ്രജ്ഞത്വം, അതിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് പറയുന്നത് ഇന്ദ്രിയങ്ങളെ ജയിക്കലാണ്. ഇന്ദ്രിയ ജയമാണ്, പിന്നെ മനസ്സിനെയും ജയിക്കലാണ്. അത് രണ്ടുണ്ടെങ്കിൽ സ്ഥിതപ്രജ്ഞത്വം സ്ഥിരമായിട്ട് നിൽക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇനി അതിന്റെ പ്രാധാന്യമാണ് ഭഗവാൻ അടുത്ത ശ്ലോകത്തിൽ പറയാനായിട്ട് പോകുന്നത്. 67-ാമത്തെ ശ്ലോകം. അൺമ്യൂട്ട് ചെയ്തോളൂ.
ഇന്ദ്രിയാണാം ഹി ചരതാം യന്മനോനുവിധീയതേ തദസ്യ ഹരതി പ്രജ്ഞാം വായുർനാവമിവാംഭസി. ഇന്ദ്രിയാണാം ഹി ചരതാ യൻ മനോനു വിധീയതേ തദസ്യ ഹരതി പ്രജ്ഞ വായുർനാവ നിവാംബസ്. എന്താണ് അപ്പൊ എന്താ കാരണം എന്താന്ന് പറയണ ഹി എന്തെന്നാൽ എന്താ കാരണം ചോദിച്ചു കഴിഞ്ഞാൽ യൻ മനഃ ഏതൊരു മനസ്സാണോ ചരതാം ഇന്ദ്രിയാണാം എന്ന് പറഞ്ഞാൽ വിഷയങ്ങളുടെ പിന്നാലെ പോകുന്ന ഇന്ദ്രിയങ്ങളുടെ പിന്നാലെ പോകുന്നത് ഏതൊരു മനസ്സാണോ ആ മനസ്സ് അംബസി വായുനാമം ഇവ എന്ന് പറഞ്ഞാൽ ഈ ജലാശയത്തില് ഒരു തോണി, ആ തോണിയെ വഞ്ചിയെ എങ്ങനെയാണോ കാറ്റ് ചലിപ്പിക്കുന്നത് അല്ലെങ്കിൽ കാറ്റ് അതിനെ നഷ്ടപ്പെടുത്തുന്നത് അതേപോലെയാണ് സത്യാന്വേഷിയുടെ ആത്മബുദ്ധിയെ ഇത് നഷ്ടപ്പെടുത്തി കളയണമെന്നാണ് പറയുന്നത്. അപ്പൊ മനസ്സ് ആരുടെ മനസ്സാണോ ഏത് മനസ്സാണോ ഇന്ദ്രിയങ്ങളുടെ പിന്നാലെ പോകുന്നത്, ഇന്ദ്രിയങ്ങളുടെ സ്വഭാവം എന്താ? വിഷയങ്ങളുടെ പിന്നാലെ പോകും. ഇന്ദ്രിയങ്ങളുടെ സ്വഭാവം അതാണ്. ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളുടെ പിന്നാലെ പോകുന്നു. അപ്പൊ ആരുടെ മനസ്സാണോ ഈ വിഷയങ്ങളുടെ പിന്നാലെ പോകുന്ന ഇന്ദ്രിയങ്ങളുടെ പിന്നാലെ പോകുന്നത് ആ മനസ്സിന്റെ അവസ്ഥയാണ് പറയുന്നത്. ആ മനസ്സിന് എന്താ സംഭവിക്കുക? ഇപ്പോ ജലാശയത്തില് കാറ്റ് വീശിക്കഴിഞ്ഞാൽ ആ വഞ്ചി എങ്ങനെയാണോ മുങ്ങിപ്പോകുന്നത് അതേപോലെ ഇന്ദ്രിയങ്ങളുടെ പിന്നാലെ പോകുന്ന മനസ്സിന് ആ സത്യാന്വേഷിയുടെ ആത്മബുദ്ധിയെ നഷ്ടപ്പെടുത്തി കളയും എന്നാണ് പറയുന്നത്. അത് ആത്മബുദ്ധി അറിയാൻ പറ്റില്ല എന്നാണ്. പ്രജ്ഞാം ഹരതി. ഒരു ജലാശയത്തില് എന്തിനാണ് തോണി ഉപയോഗിക്കുക, വഞ്ചി ഉപയോഗിക്കുന്നത് എന്തിനാണ്? മറുകരയിൽ എത്താനായിട്ട്, അല്ലെ? അക്കരെ പോകാനായിട്ടാണ് വഞ്ചി ഉപയോഗിക്കുക. പക്ഷെ ആ തോണിക്ക് അക്കരെ എത്തണമെങ്കിൽ എന്ത് വേണം? തോണി തുഴയുന്ന ആള് വേണ്ട രീതിയിൽ തുഴഞ്ഞ് അപ്പുറത്തേക്ക് പോകണം, അല്ലെ? അതിനെ ശരിയായ രീതിയിൽ നയിച്ചാലേ പോകുള്ളൂ. നേരെ മറിച്ച് ശരിയായ രീതിയിൽ നയിച്ചില്ല വഞ്ചിക്ക് ബോട്ടിന് നിയന്ത്രണമൊന്നുമില്ല വിചാരിക്കുക. നിയന്ത്രിക്കാതെ അതിനെ അലഞ്ഞു തിരിയാൻ വിട്ടു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? അത് ലക്ഷ്യത്തിലെത്തില്ല, എത്തേണ്ടിടത്ത് എത്തില്ല. എന്ന് മാത്രമല്ല വഴിയില് ജലത്തില് എന്തെങ്കിലും ചുഴിയും തിരയൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അതിൽ പെട്ട് മുങ്ങിപ്പോവുകയും ചെയ്യുന്നു. ഇതേപോലെയാണ് മനുഷ്യന്റെ അവസ്ഥ. എങ്ങനെയുള്ള മനുഷ്യന്റെ? ഇപ്പൊ മനുഷ്യന് ബുദ്ധി എന്ന് പറയുന്നത് എന്തിനാണ്? ഈ സംസാരമാകുന്ന സമുദ്രത്തിന്റെ അപ്പുറത്തേക്ക് കടക്കാൻ വേണ്ടിയിട്ടാണ്, മറുകരയിലേക്ക് പോകാനാണ് ബുദ്ധി നമുക്ക് തന്നിരിക്കുന്നത്. അപ്പൊ ഈ മറുകര എന്ന് പറഞ്ഞാൽ എന്താണ്? അക്കര എന്ന് പറയുന്നത് എങ്ങും നിറഞ്ഞിരിക്കുന്ന ആ ബ്രഹ്മവസ്തുവാണ്, പരബ്രഹ്മമാണ്. അതാണ് മറുകര എന്ന്. അവിടെയാണ് നമ്മൾ എത്തേണ്ടത്. അപ്പോ ഏതിലൂടെയാണ് എത്തുക? യോഗം എന്ന് പറയുന്ന അതിലൂടെയാണ് നമുക്ക് അങ്ങോട്ട് പോകേണ്ടത്. അതാണ് അവിടെ കപ്പിത്താൻ, അതാണ്, അല്ലെ? അപ്പൊ ബുദ്ധി, ആ കപ്പിത്താൻ തന്റെ ബുദ്ധിയെ വേണ്ട പോലെ നയിച്ചാലേ അതിന് ലക്ഷ്യത്തിലേക്ക് എത്താനായിട്ട് സാധിക്കുള്ളൂ. ഇനി അതിന് പകരം അങ്ങനെ ലക്ഷ്യത്തിലെത്തുന്ന രീതിയിൽ പോകുന്നതിന് പകരം ഇന്ദ്രിയങ്ങളുടെ അനുഭവം എന്ന ആ ഒരു കാറ്റില് ബുദ്ധി എന്ന് പറയുന്ന ആ തോണിയെ അലഞ്ഞു തിരിയാൻ വിട്ടു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? അതിന് ലക്ഷ്യത്തിലെത്താൻ പറ്റില്ല, അത് മുങ്ങിപ്പോകും എന്നാണ്. എന്ന് മാത്രമല്ല ഇവിടെ ചുഴി എന്നൊക്കെ പറയുന്നത് രാഗദ്വേഷങ്ങളാണ്. അപ്പൊ ആ രാഗദ്വേഷങ്ങളിൽ പെട്ട് അത് നശിക്കാനിട വരും. അപ്പൊ അതുകൊണ്ട് എന്ത് വേണം? സത്യം അന്വേഷിക്കുന്ന ഒരാള് ഇന്ദ്രിയാനുഭവത്തിന്റെ പിന്നാലെ പോരുത് എന്നാണ് പറയുന്നത്. ബുദ്ധി അതിന്റെ നേരെ തിരിയരുത്. ബുദ്ധി അതിന്റെ ഇന്ദ്രിയ വിഷയങ്ങളുടെ പിന്നാലെ പോകാൻ ഇടവരാതെ സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ മുങ്ങിപ്പോകും. അതാണ് പറയാനുള്ള കാരണം. അപ്പോ ഈ സ്ഥിതപ്രജ്ഞത്വത്തിന് ശരിക്കും വേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങള്. ഒന്ന് മനസ്സിന്റെ നിയന്ത്രണമാണ്, മനോജയമാണ് നേരത്തെ പറഞ്ഞു, അല്ലെങ്കിൽ ശമം എന്ന് പറയുന്നതിന്, അല്ലെ? ഷഡ്സമ്പത്തിയിൽ നമ്മൾ കേട്ടിട്ടുണ്ടത് ശമം, അത് മനസ്സിനെ നിയന്ത്രിക്കലാണ്. പിന്നെ രണ്ടാമത്തെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കപ്പെടുന്നു, അതാണ് ദമം എന്ന് പറയുന്നത്. അപ്പൊ ഈ ശമവും ദമവുമാണ് സ്ഥിതപ്രജ്ഞത്വം നേടാനുള്ള ഒരു ഉപായമാണ് ഇത് രണ്ടെണ്ണം എന്നാണ് പറയുന്നത്. അപ്പൊ ഈ വിഷയങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അതിന്റെ ഫലമായിട്ട് എന്താ ഉണ്ടാവുക? നേരത്തെ പറഞ്ഞു, പടിപടിയായിട്ട് താഴേക്ക് വരും എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ താഴേക്ക് വരാൻ സാധ്യതയുള്ള ബുദ്ധിയെ എങ്ങനെ ഉയർത്താൻ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ശമവും ദമവും, മനസ്സിനെ വിജയിക്കലും മനസ്സിനെ കൺട്രോൾ ചെയ്യലും ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കലും.
അല്ലെ? അതെല്ലാം വേണ്ട രീതിയിൽ ചെയ്ത് മുകളിലേക്ക് കയറാൻ തുടങ്ങാം, എത്തിയിട്ട് സ്ഥിതപ്രജ്ഞതയിൽ കൊണ്ടെത്തിക്കണം എന്നാണ് പറയുന്നത്. എത്തിക്കുന്നു ഈ രണ്ട് അവസ്ഥകൾ, ഈ രണ്ട് മാർഗങ്ങൾ. ഏതൊക്കെയാണ്? ശമവും ദമവും. അപ്പോ അപ്പൊ പൂർണ്ണമായിട്ടുള്ള ഇന്ദ്രിയജയം, അതാണ് ശരിക്കും സ്ഥിതപ്രജ്ഞയുടെ ലക്ഷണം എന്ന് പറയുന്നത്. അപ്പൊ അതിനെ ഒന്നുകൂടി ഉറപ്പിക്കാനായിട്ടാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. അടുത്ത ശ്ലോകത്തിൽ അതിനെ ഒന്നുകൂടി ഉറപ്പിക്കും. നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് വീണ്ടും ആവർത്തിച്ച് പറയുകയാണ് ഈ ശ്ലോകത്തിൽ. ഇപ്പൊ 68ാമത് ശ്ലോകം, അതും കൂടി നോക്കാം. 68 അൺമ്യൂട്ട് ചെയ്തോളൂ. തസ്മാദ്യസ്യ മഹാബാഹോ നിഗൃഹീതാനി സർവശഃ ഇന്ദ്രിയാണിന്ദ്രിയാർത്ഥേഭ്യഃ തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിതാ. തസ്മാത്, അപ്പൊ അതുകൊണ്ട് അർജുനോട് പറയാണ് മഹാബാഹോ, അർജുനെ വിളിക്കുന്നതാണ് മഹാബാഹോ. തസ്മാത് അസ്യ മഹാബാഹോ. അപ്പൊ അതുകൊണ്ട് അർജുന, യസ്യ ഇന്ദ്രിയാണി, ആരുടെ ഇന്ദ്രിയങ്ങളാണോ സർവശ ഇന്ദ്രിയാർത്ഥേഭ്യ നിഗൃഹീതാനി, പൂർണ്ണമായും ഇന്ദ്രിയ വിഷയങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്നത്, അല്ലെങ്കിൽ അകറ്റപ്പെട്ടിട്ടുള്ളത്, തസ്യ പ്രജ്ഞ പ്രതിഷ്ഠിത, അയാളുടെ പ്രജ്ഞയാണ് അയാളാണ് സ്ഥിതപ്രജ്ഞൻ എന്നാണ് പറയുന്നത്. അർജുനോട് പറയാണ് മഹാബാഹോ, പൗരുഷശാലിയായ അർജുന, അതുകൊണ്ട് ആരുടെ ഇന്ദ്രിയങ്ങളാണോ പൂർണ്ണമായും ഇന്ദ്രിയ വിഷയങ്ങളിൽ നിന്ന് അകറ്റപ്പെട്ടിട്ടുള്ളത്, അയാളുടെ പ്രജ്ഞയാണ് പ്രതിഷ്ഠിത എന്ന് പറഞ്ഞാൽ സ്ഥിതപ്രജ്ഞത്വം അയാൾക്കാണ് എന്നുള്ളത്. അപ്പൊ ഇന്ദ്രിയ നിഗ്രഹം എന്താണ്? ഇന്ദ്രിയ നിഗ്രഹം എന്ന് പറഞ്ഞാൽ, ഇന്ദ്രിയ നിഗ്രഹം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ദ്രിയങ്ങളെ കൊണ്ട് വിഷയങ്ങളെ ഗ്രഹിക്കാതിരിക്കലല്ല, യഥാർത്ഥത്തിലല്ല. എന്ന് പറഞ്ഞാൽ കണ്ണ് കാണാനുള്ളതാണ്. അപ്പൊ ഇന്ദ്രിയത്തെ കൺട്രോൾ ചെയ്യുക അല്ലെങ്കിൽ നിഗ്രഹം ചെയ്യുക എന്ന് പറഞ്ഞാൽ കണ്ണുകൊണ്ട് കാണരുത് എന്നാണ് അതിന്റെ അർത്ഥം. അല്ലെങ്കിൽ ചെവി കൊണ്ട് കേൾക്കരുത്. അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇന്ദ്രിയ നിഗ്രഹം സംഭവിക്കുമോ എന്നാണ് ചോദിക്കുന്നത്, അല്ലെ? ഇപ്പൊ കണ്ണുകൊണ്ട് കാണാതിരുന്നു കഴിഞ്ഞാൽ ഇന്ദ്രിയ നിഗ്രഹമായോ? അല്ലെങ്കിൽ ചെവി കൊണ്ട് കാതുകൊണ്ട് കേൾക്കാതിരുന്നു കഴിഞ്ഞാൽ ഇന്ദ്രിയ നിഗ്രഹമായോ? അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇപ്പോ എല്ലാ ഇന്ദ്രിയങ്ങളെ മുഴുവൻ എന്താണ് ഇന്ദ്രിയ നിഗ്രഹം പറഞ്ഞാൽ സത്യം മാത്രം അനുഭവിക്കാൻ ആ കഴിവുണ്ടാക്കിയെടുക്കുക. അതാണ് ഇന്ദ്രിയ നിഗ്രഹം എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് കാണാതെയും കേൾക്കാതെയും ഇരിക്കലല്ല. കാണുന്നതും കേൾക്കുന്നതും ഒക്കെ സത്യമാണ്, എല്ലാം ബ്രഹ്മമാണ്. അത് മനസ്സിലാക്കിയെടുക്കലാണ്, അത് ആ രീതിയിൽ കൊണ്ടുവരലാണ്. എന്ന് പറഞ്ഞാൽ ആ സത്യബുദ്ധിയെ എപ്പോഴും വിചാരം ചെയ്യുന്ന അറിയുന്ന ഒരാള് എല്ലാ വിഷയങ്ങളെയും ബ്രഹ്മത്തിന്റെ സ്വരൂപമായിട്ട് കാണാൻ സാധിക്കും അദ്ദേഹത്തിന് എന്നുള്ളത്. അതാണ് മറ്റേ നേരത്തെ പറഞ്ഞില്ലേ, യാതൊന്ന് കൺപതതു നാരായണ പ്രതിമ, യാതൊന്ന് കേൾപ്പതതു നാരായണ ശ്രുതികൾ, യാതൊന്ന് ചെയ്തതൊക്കെ നാരായണ അർച്ചനകൾ, യാതൊന്നിതൊക്കെ ഹരിനാരായണായ. അപ്പൊ ഈ സത്യബുദ്ധി എപ്പോഴും വിചാരം ചെയ്ത് അറിയുന്ന ഒരാള് ക്രമത്തില് ഏത് വിഷയമായാലും, കാണുന്നതായാലും കേൾക്കുന്നതായാലും അതെല്ലാം ബ്രഹ്മസ്വരൂപമായിട്ട് കാണാൻ ഉണ്ടാവും എന്നാണ് പറയുന്നത്. കാണാൻ കഴിവുള്ളവരായി തീരും എന്നാണ് പറയുന്നത്. അപ്പോ കാണുന്നതും കേൾക്കുന്നതും ഒക്കെ ബ്രഹ്മസ്വരൂപം തന്നെയാണ് എന്ന് ഉറപ്പുവരുന്നതാണ്. ഒരു സംശയമില്ലാതെ അനുഭവിക്കാൻ സാധിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെയാവുമ്പോ എന്ത് സംഭവിക്കുക? ആ ശബ്ദം തുടങ്ങിയ വിഷയങ്ങളിലുള്ള ബുദ്ധി നശിച്ച് സത്യബുദ്ധി ഉണ്ടാവും. കാരണം എല്ലായിടത്തും സത്യം മാത്രമാണ്. ആ ബുദ്ധി വന്നു ചേരും എന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഇന്ദ്രിയ വിഷയങ്ങളൊക്കെ ബ്രഹ്മസ്വരൂപമായിട്ടാണ് കാണാൻ തുടങ്ങുന്നത്. അപ്പൊ ഇന്ദ്രിയ വിഷയങ്ങളൊക്കെ ബ്രഹ്മസ്വരൂപമായിട്ട് കാണുമ്പോൾ പിന്നെ ഈ ഇന്ദ്രിയ വിഷയങ്ങളൊന്നും തന്നെ ആ വ്യക്തിയെ പ്രലോഭിപ്പിക്കില്ല എന്നാണ് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? പിടികിട്ടുന്നുണ്ടോ? കാരണം എല്ലാം ഈശ്വരന്റെ ഭാവമാണ്. അപ്പൊ ഒന്നും പ്രലോഭത്തിന് കാരണമാവില്ല ഒരു വിഷയം എന്നാണ് പറയുന്നത്. അപ്പോ ഇന്ദ്രിയ വിഷയങ്ങളിൽ നിന്നൊക്കെ ആ വിഷയങ്ങളാണെന്നുള്ള ബുദ്ധി ഇല്ലാതായി അതൊക്കെ ബ്രഹ്മമാണ് അല്ലെങ്കിൽ സത്യമാണ് എന്നുള്ള ബുദ്ധി ഉറയ്ക്കാൻ തുടങ്ങും. അത് ഉറയ്ക്കാൻ തുടങ്ങിയാൽ അത് തന്നെയാണ് സ്ഥിതപ്രജ്ഞത്വം എന്ന് പറയുന്നത്. അപ്പൊ പൂർണ്ണമായും ഇന്ദ്രിയ നിഗ്രഹം നേടിയ ഈ സ്ഥിതപ്രജ്ഞനെ സംബന്ധിച്ച് പിന്നെ വേറെ വിഷയങ്ങളില്ല. അദ്ദേഹത്തിനെ സംബന്ധിച്ച് സാധാരണക്കാരായ നമ്മളൊക്കെ വിഷയങ്ങൾ വേറെ വേറെ കാണുന്നുണ്ടെങ്കിൽ
സ്ഥിതപ്രജ്ഞനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഇതെല്ലാം ഒരൊറ്റ വസ്തുവാണ്. എന്താണ്? ബ്രഹ്മം അല്ലെങ്കിൽ സത്യം. മനസ്സിലായോ? പിടികിട്ടിയോ? അതാണ് ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ പറയാനുള്ള കാരണം. അതായിട്ടാണ് കാണുന്നത്. ബ്രഹ്മം മാത്രമേ ഉള്ളൂ. അപ്പോ സ്ഥിതപ്രജ്ഞത അനുഭവിക്കുന്ന സ്ഥിതപ്രജ്ഞന്റെ ഈ ഒരു അനുഭവം എന്താണ്? അതിന്റെ രഹസ്യമാണ് ഭഗവാൻ അടുത്ത ശ്ലോകത്തിൽ വിവരിക്കുന്നത്. അത് നമുക്ക് നാളെ നോക്കാം. സ്ഥിതപ്രജ്ഞത്വം നേടിയ ഒരാള് എങ്ങനെയാണ് മറ്റു വിഷയങ്ങളെ കാണുന്നത്, അല്ലെങ്കിൽ പുറമെയുള്ള വിഷയങ്ങളെ ഏത് രീതിയിലാണ് കാണുന്നത്, അതിനെക്കുറിച്ചാണ് ഇനി പറയാനായിട്ട് പോകുന്നത്. അത് നമുക്ക് നാളെ നോക്കാം. ഓക്കെ, യെസ്. കണ്ണുകൾ അടച്ചു വെക്കാം. ക്ലോസ് യുവർ ഐസ്. കണ്ണുകൾ അടഞ്ഞിരിക്കട്ടെ. നട്ടല് നിവർന്നിരിക്കട്ടെ. കൈകൾ മടിമേൽ മലർത്തി വെക്കാം. ദീർഘമായ ശ്വാസം എടുക്കൂ. സാവകാശം വൃത്തിക്കിട. കൈകൾ അയഞ്ഞിരിക്കുന്നു. തോളുകൾ അയഞ്ഞിരിക്കട്ടെ. ശരീരം പൂർണ്ണമായും വിശ്രമിക്കുന്നു. ഓം സം സമിത്യുവസേ വൃഷന്നഗ്നേ വിശ്വാനര്യ ഇളസ്പദേ സമിധ്യസേ സനോവശൂന്യാഭര സംഘച്ഛധ്വം സംവദധ്വം സംവോമനാംസി ജാനത ദേവാഭാഗം യഥാ പൂർവേ സഞ്ജാനാന ഉപാസത്തെ സമാനോ മന്ത്രഃ സമിതി സമാനീ സമാനം മനസ്സഹ ചിത്തമേഷ സമാനം മന്ത്രമഭിമന്ത്ര ഏവ സമാനേന വോഹവിഷാ ജുഹോമി സമാനീവ ആഗോദിഃ സമാനാ ഹൃദയാനി വഹ സമാനമസ്തു വോ മനോ യഥാ വസ്തു സഹാസതി നമോ ബ്രഹ്മണേ നമോ വസ്ത്വഗ്നയേ നമ പൃഥവ്യേ നമ ഓഷധിഭ്യഃ നമോ വാചേ നമോ വാചസ്പതയേ നമോ വിഷ്ണവേ ബൃഹദേ കരോമി. ഓം ശാന്തി ശാന്തി ശാന്തി. ദീർഘമായി ശ്വാസം എടുക്കാം. സാവകാശം വൃത്തിക്കിടാം. സ്വന്തം ശരീരത്തിലേക്കും ചുറ്റുപാടുകളിലേക്കും ശ്രദ്ധ കൊണ്ടുവന്നുകൊണ്ട് പൂർണ്ണ തൃപ്തിയോടുകൂടി വളരെ സന്തോഷപൂർവ്വം സാവകാശം കണ്ണുകൾ തുറക്കാം.